ഹലോ, എല്ലാവർക്കും നമസ്കാരം. വീനാസ് വിന്യാർഡ് എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വൈൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള മുന്തിരി എന്ന് പറയുന്നത് കറുത്ത മുന്തിരിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ജ്യൂസ് അടിക്കുന്ന അതേ മുന്തിരിയാണ്, സീഡുള്ള മുന്തിരി, അതാണ് വേണ്ടത്. അപ്പം ഞാനത് ഒരു 2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര എന്ന് പറയുന്നത് 2.5 കിലോ പഞ്ചസാര വേണം. പിന്നെ നമ്മുടെ ഗ്രാമ്പു, ഏലക്ക, പിന്നെ പട്ട, അതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ 2 കിലോ മുന്തിരി ആയതുകൊണ്ട് നമുക്ക് മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ, അതിൽ 280 ml കിട്ടുന്ന 18 കപ്പ് വെള്ളം, അത്രയാണ് നമുക്ക് ഈ വൈനിന് ആവശ്യമായിട്ടുള്ള വെള്ളം. അപ്പം നമുക്ക് മുന്തിരി വൃത്തിയാക്കാം. നമ്മുടെ ഈ മുന്തിരി ഓരോന്നായിട്ടെടുത്ത്, ഇതിനകത്ത് കേടുള്ളത് കാണും, അപ്പം അത് നമ്മൾ എടുക്കരുത്. കേടെന്ന് വെച്ചാൽ പൊട്ടിയതൊക്കെ ഉണ്ടാകും. അപ്പം അത് നമ്മൾ വേണ്ട, നമുക്കത് കളയാം. അപ്പം ഇത് എടുത്ത് നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകണം. കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ വെക്കണം. എന്നിട്ട് വീണ്ടും 2 പ്രാവശ്യം കഴുകി ആണ് ഇത് എടുക്കേണ്ടത്. മുന്തിരി അപ്പം നമ്മൾ നല്ലപോലെ കഴുകി അത് തോരൻ വെച്ച്, വെള്ളത്തിൻ്റെ അംശമേ പാടില്ല, അതുകൊണ്ട് നല്ലപോലെ തോരണം. അതിന് ശേഷം നമുക്കിത് നല്ലപോലെ തുടച്ചെടുക്കണം. അപ്പം നല്ലൊരു വൃത്തിയുള്ള ഒരു തുണിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഫാനും കൂടി ഇടണം. അപ്പം നല്ലൊരു തുണി എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് അതിനെ നമ്മൾ ആ തുണിക്കകത്ത് വെച്ച് തന്നെ അതിനെ തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. അപ്പം നല്ലപോലെ ഈ തുണിക്കകത്ത് തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ച് എടുത്തിട്ട് ഫാനിട്ട് വെച്ചിരുന്ന അത് നല്ലപോലെ തോർന്ന് കിട്ടും. ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെഷറിംഗ് കപ്പിൽ 250 ml വെള്ളമാണിത്. അങ്ങനെ 18 കപ്പ് വെള്ളം ഞാൻ ദാണ്ട് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിരിക്കുക. ഇനി അതിൻ്റെ കൂടെ നമ്മുടെ 2.5 കിലോ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കേണ്ട, ചൂടായാൽ മതി. ഈ പഞ്ചസാര ഇതിനകത്ത് അലിയുന്നത് വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ അതിനെ ഇളക്കി അത് നല്ലപോലെ ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ അലിയണം. പഞ്ചസാര ലായനി ശരിയായിട്ടുണ്ട്. പഞ്ചസാര ലായനി എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാര ആ 18 കപ്പ് വെള്ളത്തിൽ പഞ്ചസാര 2.5 കിലോ ഇട്ട് അത് മെൽറ്റ് ആകുന്നവരെ, ആ പഞ്ചസാര അലിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഇപ്പം അത് മൊത്തത്തിൽ അത് അരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി അതിനെ തണുക്കാനായിട്ട് വെക്കണം. വെള്ളം നല്ലപോലെ തണുക്കണം. നമുക്കൊരു മുട്ടയുടെ ആവശ്യം കൂടെ ഉണ്ട്. അപ്പം അത് മുട്ടയുടെ മഞ്ഞ വേണ്ട, അതിൻ്റെ വൈറ്റ് മാത്രം മതി. അപ്പം അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് നല്ലതായിട്ട് പതപ്പിച്ച് വയ്ക്കുക. അപ്പം നമ്മുടെ മുന്തിരി നല്ലതായിട്ട് തുടച്ച് അതിൻ്റെ വെള്ളമയമൊക്കെ മാറ്റി നല്ല കോർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് ഇടാൻ വേണ്ടി നമ്മളൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓരോ മുന്തിരിയും നമ്മൾ അതിനെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചൊന്ന് പ്രസ് ചെയ്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ അങ്ങ് ഇടുക. അതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചങ്ങ് ഇടുക. നമ്മൾ ഈ മുന്തിരി ഇടുന്നത് 21 ദിവസത്തേക്കാണ്. ഇത് 21 ദിവസം ഇത് അതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇന്ന് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ച് 21 ദിവസം കഴിഞ്ഞിട്ട് ഇത് നമുക്ക് എടുക്കാം. നമ്മൾ ഈ കണ്ടെയ്നറിലോട്ട് മുന്തിരി മൊത്തം പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്, എല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊരു തടിയുടെ സ്പൂൺ വെച്ച് നല്ലതായിട്ട് അതിനെ ഒന്ന് ഇളക്കണം, ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ പറഞ്ഞല്ലോ ഒരു മുട്ടയുടെ വെള്ള വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മുട്ടയുടെ വെള്ളം ഞാൻ പതപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടെ ചേർക്കണം. കാരണം ഈ വൈനൊരു കുറച്ച് കഴിയുമ്പോഴത്തെ ഒരു ക്ലൗഡി ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് മാറി ഒന്ന് നേർത്ത് വരാൻ വേണ്ടി, ക്ലിയർ ആകാൻ വേണ്ടി, വൈനൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമുക്ക് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഒരു കൈപ്പിടിയുള്ള ഗോതമ്പ്, ആ ഗോതമ്പ് ഇതിനകത്തോട്ട് ഇടണം. ഇനി നമുക്ക് 1.25 സ്പൂൺ ഈസ്റ്റ്, ഒരു സ്പൂണും ഇനി ഒരു കുറച്ചും കൂടെ ഈസ്റ്റ് ചേർക്കുക. അടുത്തത് നമ്മൾ തണുപ്പിച്ച് വെച്ച പഞ്ചസാര ലായനി,
നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ആ പഞ്ചസാര ലായനിയും കൂടെ നമ്മൾ ഒഴിച്ചു. ഇനി ഇതിനകത്തോട്ടൊരു 8 ഗ്രാമ്പുവും ഒരു 5 ഏലക്ക, ഒരു 2-3 പട്ട ചെറിയ, അതും കൂടെ ഇതിൻ്റെ കൂടെ ഇടുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ മിക്സ് എല്ലാം ഇതിനകത്ത്, മുന്തിരി അതിൻ്റെ ബാക്കിയുള്ള എല്ലാ മിക്സും ഇതിനകത്തുണ്ട്. അപ്പം ഇനി നമ്മൾ ഇത് അടച്ച് വെക്കുക. നല്ലൊരു വൃത്തിയുള്ളൊരു തുണി എടുത്ത് അതിനെ എയർ ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് ഭരണിയുടെ അടപ്പ് കൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ചെയ്യുക. നമ്മൾ എയർ ടൈറ്റ് ചെയ്ത് ഇത് ഒന്ന് നല്ലതായിട്ട് കെട്ടി വെക്കുകയാണ്. ഇനി 21 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഓപ്പൺ ആക്കത്തുള്ളൂ. അപ്പം ഇതിന്റെ ബാക്കി വീഡിയോ നമുക്ക് അപ്പം കാണാം. അപ്പം നമ്മുടെ വൈൻ്റെ ഇതുവരെയുള്ള പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് 21 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 21 ദിവസം വരെയും സൂര്യപ്രകാശം ഡയറക്റ്റ് വരാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് മാറ്റി വെക്കുക. നിങ്ങൾ ഇതിനകത്ത് ഇത് തുറന്ന് ഇളക്കാനൊന്നും നിൽക്കേണ്ട. 21 ദിവസം കഴിഞ്ഞ് നമ്മളിത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഉള്ള വീഡിയോ ഞാൻ ഇടും. നമ്മളിത് എന്തുവായെന്ന് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് അപ്പോഴിത് കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ശരി, അപ്പോൾ ഓക്കെ, ബൈ.